ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണൻ്റെ കഥ പറയും, കഴിഞ്ഞൊരു രാമൻ്റെ കഥ പറയും, പിന്നെ കൃഷ്ണൻ്റെ കഥ പറയും, പിന്നെ രാമൻ്റെ കഥ പറയും. അപ്പോൾ ഇങ്ങനെ ഈ പരീക്ഷിത്ത് കുറേശ്ശെ വിഷമായിരുന്നു. അപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, ഈ രാമൻ്റെ കഥകളൊക്കെ കൃഷ്ണൻ്റെ കഥകളൊക്കെ കഴിഞ്ഞു, ഈ രാമൻ്റെ കഥകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്, ഇത് എനിക്ക് കൃഷ്ണൻ്റെ കഥകൾ ഒന്ന് കേൾക്കാൻ ഉള്ളിൽ താല്പര്യം. അതുകൊണ്ട് എനിക്ക് ആ കൃഷ്ണൻ്റെ കഥകൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ വെച്ച് എനിക്ക് ആ കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞു തരാം. കൃഷ്ണൻ്റെ കഥ എനിക്ക് എത്ര കേട്ടാലും പോരാ. അതുകൊണ്ട് ആ കഥകൾ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും വിട്ടുപോവുക, ഇതിനെപ്പോഴുള്ള മനുഷ്യനല്ലേ, ഓർമ്മ വെച്ച് പറഞ്ഞു തരണം. അങ്ങനെ നിർബന്ധമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശേഷം പക്ഷേ പന്താന്ന് തോന്നിക്കൊണ്ട് ഇത്ര കഥ ഞാൻ പറഞ്ഞു കൃഷ്ണൻ്റെ കഥ, എന്നിട്ട് മതിയാവാതെ നീ 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 എന്ന് പറയാനിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഇങ്ങനെ ഒരാളെ കിട്ടിയത് എത്ര ഭാഗ്യം. കൃഷ്ണൻ്റെ കഥകൾ ഇങ്ങനെ പറയാനായിട്ട് കഥ പറഞ്ഞ് എൻ്റെ കഥ പറഞ്ഞതല്ല, ഇത്ര പറഞ്ഞിട്ട് പിന്നെയും പോരാ. അത് നല്ലോണം കണ്ണടച്ചിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒരു കഥ ഓർമ്മ വന്നിട്ട് ആ കഥ പറയാൻ പോകുന്നതാണ് ഈ അധ്യായം. അപ്പോൾ ഈ മനുഷ്യൻ്റെ മറവിയൊക്കെ പറ്റുള്ളൂ, ഇത്ര വലിയ ആളായാലും മറവിയൊക്കെ പറ്റുള്ളൂ. അതേപോലെ മറവി ആർക്കും പറ്റിയിരുന്നു, ശ്രീസുമൂർത്തിക്കും പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ഒരു കഥ ഓർമ്മ വന്നത്. ആ കഥയാണ് എനിക്ക് വായിക്കാൻ പോകുന്നത്. അതെല്ലാവർക്കും അറിയാം. 80-81 ആ കഥ കേൾപ്പിക്കാം, സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം.